നാവിൽ ചവർപ്പിന്റെ രുചിയുമായി കിഴക്കൻ മലയിൽ മൂട്ടിമരങ്ങൾ കായ്ച്ചു തുടങ്ങി. അധികം വിപണികളിലേക്ക് എത്താത്ത മൂട്ടിപ്പഴങ്ങൾക്കായി നിരവധി ആളുകൾ കാട് കയറുന്നു. പശ്ചിമഘട്ട മലനിരകളെ സമ്പുഷ്ടമാക്കുന്ന മൂട്ടിപ്പഴം മനുഷ്യന്റെ ഇഷ്ടവിഭവം ആയി മാറി. കേരളത്തിലെ വനമേഖലയിൽ അപൂർവമായി കാണപ്പെടുന്ന പഴവർഗ്ഗമാണ് മൂട്ടിപ്പഴം. മൂട്ടിക്കായ്പൻ, കുന്തപ്പഴം, മൂട്ടിപ്പഴം, മൂട്ടിപ്പുളി എന്നീ പേരുകളിലാണ് പ്രാദേശികമായി ഇതറിയപ്പെടുന്നത്. വേനൽക്കാലത്ത് പൂവിടുന്ന മൂട്ടിമരം കാലവർഷത്തോടെയാണ് കായ്ക്കുന്നത്. മരത്തിന്റെ തായ്തടിയിൽ മാത്രമാണ് കായ്കൾ ഉണ്ടാകുക. ജൂൺ ജൂലൈ മാസത്തിലാണ് ഫലം പാകമാകുന്നത്. പശ്ചിമഘട്ടത്തിലെ തനത് സ്പീഷ്യസിൽപ്പെട്ട ഫലവൃക്ഷമാണ് മൂട്ടിമരം. ഒരു കാലത്ത് ആദിവാസികൾ മാത്രം ഉപയോഗിച്ചിരുന്ന ഫലം സാധാരണക്കാർക്ക് ലഭിച്ചു തുടങ്ങിയിട്ട് ഏറെക്കാലമായിട്ടില്ല. ഇതിന്റെ തോടും അച്ചാറിടുന്നതിന് ഉപയോഗിക്കാറുണ്ട്. പഴം അധികവും മരത്തിന്റെ ചുവട്ടിലാണ് ഉണ്ടാകുന്നത്. ഇതിനാലാകാം മൂട്ടിപ്പഴം എന്ന പേര് ലഭിച്ചത്. മലയണ്ണാൻ, കരടി, കുരങ്ങ് എന്നിവയുടെ ഇഷ്ടവിഭവമാണ് മൂട്ടിപ്പഴം. ഉൾക്കാടുകളിൽ ധാരാളം മൂട്ടിമരങ്ങൾ ഉള്ളതായി വനവാസികൾ പറയുന്നു. വനവിഭവത്തിന്റെ രുചി തേടി മറ്റു ജില്ലകളിൽ നിന്ന് വരെ ആളുകൾ കിഴക്കൻ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. ജനുവരി മാസത്തോടെ പ്രകൃതി അണിയിച്ച പട്ടുപോലെ മൂട്ടിമരത്തിന്റെ തായ്തടി നിറയെ ഇളം ചുവപ്പ് പൂക്കൾ വിരിയും. തുടർന്ന് ചെറുകുലകളായി കായ്കളുടെ കൂട്ടം മൂട്ടിമരം നിറയെ കാണാം. ഇവ പഴുക്കുമ്പോൾ മങ്ങിയ ചുവപ്പ് നിറമാകും. പഴങ്ങൾക്കുള്ളിലെ പൾപ്പ് ഭക്ഷിക്കാം. മധുരവും പുളിയും കലർന്നതാണ് രുചി. പഴങ്ങൾക്കുള്ളിലെ ചെറുവിത്തുകളാണ് നടീൽ വസ്തു. ഇവ മണലിൽ പാകി കിളിർപ്പിച്ച് തൈകൾ നടാം. ബഡ് ചെയ്തും ഗ്രാഫ്റ്റ് ചെയ്തും തൈകൾ വളർത്താം. നല്ല ചൂടുകാലത്ത് മാത്രമേ ഈ മരം കായ്ക്കൂ. വെള്ളക്കെട്ടില്ലാത്ത ഏതു മണ്ണിലും മൂട്ടിമരം വളർത്താം. നല്ലൊരു തണൽ വൃക്ഷം കൂടിയാണിത്. റംബുട്ടാൻ ഫലവുമായി ഇതിന് ഏറെ സാമ്യമുണ്ട്. നേർത്ത കട്ടി കുറഞ്ഞ തോട് പൊളിച്ച് അകത്തുള്ള ജെല്ലി പോലുള്ള ഭാഗമാണ് ഭക്ഷിക്കുന്നത്. ഉദരരോഗത്തിന് മൂട്ടിപ്പഴം ഉത്തമമാണെന്നും ഡെങ്കിപ്പനി ബാധിതർ മൂട്ടിപ്പഴം കഴിക്കുക വഴി രക്തത്തിലെ കൗണ്ടിന്റെ അളവ് വർദ്ധിക്കുന്നതായും പറയപ്പെടുന്നു. വനത്തിൽ താനെ മുളച്ചു വളരുന്ന മൂട്ടിമരം കായ്ക്കാൻ ഏകദേശം 6 മുതൽ 8 വർഷമെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.